ഐഡലിൽ 3 സ്ട്രോങ് ജഡ്ജിങ് പാനൽസ് ആണ് ഉള്ളത്. ആരൊക്കെയാണ്? ബിചേട്ടൻ, ചേച്ചി, അനുപേട്ടൻ. അവരുടെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവർ മോനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഓരോരോ സജഷൻസ് പറയുമ്പോഴും അവർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബിജിച്ചേട്ടനും റിമി ചേച്ചിയും അനുപേട്ടനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പിന്നെ മിസ്റ്റേക്സ് എന്താണെന്നും നല്ല കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ ചില സമയത്ത് മിസ്റ്റേക്സ് പറയുമ്പോൾ ഞാൻ ഒരുപാട് കറക്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ മിസ്റ്റേക്സ് കൂടുതലുള്ള പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ കേട്ടിട്ട് പെർഫോമൻസിന് ശേഷം ടെലികാസ്റ്റ് കഴിയുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കും എവിടെയാണ് മിസ്റ്റേക്ക് ഇല്ല, അങ്ങനെ കറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഫൈനലിസ്റ്റായി എത്തിയിരിക്കുന്നത് അല്ലേ ഫിഡൻ? അപ്പം ഏത് കാര്യമാണ് ശരിക്കും ഒരുപാട് ഇംപ്രൂവ് ചെയ്തു എന്ന് ജഡ്ജസ് പറഞ്ഞത്? ഞാൻ സെമി ഫൈനൽ സ്റ്റേജിൽ മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിൽ രതിസുഖസാരമായി എന്ന പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നിസഗമ പനി എന്ന പാട്ട് പാടിയപ്പം റിമി ചേച്ചി പറഞ്ഞു ഫീല് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഈ പാട്ട് തന്നെ ഞാൻ കുറേ പാടി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് റിമി ചേച്ചി പറഞ്ഞു ഫീല് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ അതിൽ ഫീലിന് ഫുൾ മാർക്സും റിമി ചേച്ചി തന്നു. രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം കലാകാരൻ. രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം കലാകാരൻ. അത് വളരെ സന്തോഷം തരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ജഡ്ജസിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാണുമെന്ന് അറിയാം. ബിചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഫിഡലിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ബിജിച്ചേട്ടൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പാടുന്നതിൻ്റെ മുമ്പ് ഞാൻ ബിജിച്ചേട്ടൻ്റെ അടുത്ത് പോയി പാടിക്കൊടുക്കും. അപ്പം ബിജിച്ചേട്ടൻ കറക്ഷൻസൊക്കെ പറഞ്ഞു തരും. പിന്നെ അധിക സമയത്തും പറയും ചെറുതായിട്ട് സ്ട്രെയിന് വരുന്നുണ്ട് ടോപ്പ് പോർഷനിൽ പാടുമ്പോൾ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് കൂടുതലും പറയുന്നത്. അനൂപേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂമർ കൂടെയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അനൂപേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യമാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഏത് കാര്യത്തിനെ കുറിച്ചാണ്? അതെനിക്ക് ഞാൻ തമിഴ് ലിറിക്സ് പാടുമ്പോൾ പ്രൊണൗൺസിയേഷൻ അത്ര കറക്റ്റ് ആയിരിക്കില്ല. അപ്പം അനൂപേട്ടന് തമിഴ് നന്നായി അറിയുന്നുണ്ട്, അതിലാണ് കുറെ പറഞ്ഞു തന്നിട്ടുള്ളത്. വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. ഫിഡൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ മടിയുള്ള ഒരു ടൈപ്പാണോ അതോ എപ്പോഴും സ്റ്റേജിൽ ഇഷ്ടമാണോ പെർഫോം ചെയ്ത് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്? ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഈ ഒരു ലെവൽ മോൻ കീപ്പപ്പ് ചെയ്തിരുന്നു. എന്നാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പം സെമി ഫൈനൽസ് എത്തിയപ്പം ഈ ഒരു പെർഫോമൻസ്, അതായത് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ആ ഒരു രീതി ഒക്കെ മാറിയോ? അത് ഫോർത്ത് സ്റ്റേജ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ AC-യുടെ ഒക്കെ മുമ്പിൽ ഇതൊക്കെ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പാടാൻ. അപ്പോൾ തുടക്കം ഒരു ഷിവറിങ് ഉണ്ടാകുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു ട്യൂട്ടറുണ്ട് സലീഷ് ചേട്ടൻ വന്ന് ട്രെയിൻ ചെയ്യിച്ച് പിന്നെ ആ ചമ്മലും പേടിയെല്ലാം മാറി. ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി പറയേണ്ടതാണ്. ഫൈനലിൽ വരികയല്ലേ, അപ്പം അതെ പ്രൈസ് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? ஐயரு பொண்ணு மீன் வாங்க வந்தா லவ் மேரேஜ்னு தெரிஞ்சுக்கோ. இன்னமும் சொல்ற தெரிஞ்சுக்கோ, தட்சணை கொடுத்து தெரிஞ்சுக்கோ. பாடாம
மச்சான் வயசுக்கு வந்துட்டா മുളച്ച് മുന്നിക്ക് വന്നിട്ടാ. ഇനി ഫിഡൽ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിഡലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഫിഡലിന്റെ നാട്ടുകാരെയാണ്. ഫിഡൽ നമുക്ക് വേണ്ടി അവരൊന്ന് പരിചയപ്പെടുത്താമോ? ഇത് കേശവ മാഷ്, ഇത് ശാരദ ചേച്ചി, ഇത് ബീനേച്ചി, ഇത് ചേച്ചിയുടെ മോള് ഗോപിക, ഇത് നാരായണി ചേച്ചി, ഇത് രാജേട്ടൻ, ഇത് ഷഹാന, ഇത് അബൂബക്കർ ചേട്ടൻ, ഇത് അജേട്ടൻ. ഫിഡലിനെ ചെറുപ്പം തൊട്ടേ ഇവര് ഫിഡലിന്റെ പാട്ടും എല്ലാം ഇവർ ആസ്വദിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരുപാട്. നല്ല സപ്പോർട്ട്. ഇവർക്ക് വേണ്ടി ആരപ്പം സംസാരിക്കാം? അങ്ക് ഫിഡലിന്റെ പാട്ടുകൾ കാണാറില്ലേ? ഫിഡലിൻ്റെ എല്ലാ പരിപാടിയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിമനോഹരമാണ്. മാത്രമല്ല എല്ലാ കുട്ടികളും സുന്ദരമായി അവതരിപ്പിക്കുന്നു. എല്ലാം കാണുന്ന ഒരു കാഴ്ചക്കാരനാണ്, ശ്രോതാവാണ് ഞാൻ. ഫിഡലിൻ്റെ അച്ഛനെയും അമ്മയും പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ കൂടിയാണ്. ഓ ഓക്കെ. അപ്പോൾ ഫിഡൽ ഇപ്പം ഫൈനൽ എത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. ഒന്നാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഫിഡലിൻ്റെ വേറൊരു എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന വേറൊരു അങ്കിളാണ്. അങ്കിളുടെ പേര്? എൻ്റെ പേര് അജു എന്നാണ്. ഞാനിവിടെ ഒരു 10-15 വർഷം മുതൽ ഇവരെ കുടുംബമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇവൻ്റെ പാട്ട് ഞാൻ ഇടയ്ക്ക് ഇവനെ കൊണ്ട് പാടിക്കും. എന്നിട്ട് അത് കേട്ട് കൂത്തിരിക്കാൻ എൻ്റെ ഒരു ആസ്വാദനം. ചെറുപ്പത്തിലേ ഇവൻ്റെ പാട്ട് ഞാൻ കേൾക്കുന്നു. അന്നേ എനിക്കറിയായിരുന്നു എവിടെയെങ്കിലും എത്തിപ്പെടുന്നത്, എനിക്ക് അന്നേ അറിയായിരുന്നു. ഇനി ഈ പരിപാടിയുടെ ഫൈനൽ ഇവനെത്തട്ടെ, ഫസ്റ്റ് പ്രൈസ് ഇവനെന്നെ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കൊരു പാട്ട് പഠിപ്പിച്ചാലോ ഫിഡലിനെ കൊണ്ട്? മാനസത്തിൻ മണിച്ചപ്പിൽ എന്നുള്ള പാട്ട് ഞാൻ എപ്പോഴും പാടിക്കാറുണ്ട്. കൊണ്ട് അവന് സംസ്ഥാന യുവനോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ പാട്ടാണ്. ആ പാട്ട് അവൻ പാടണം. മാനസത്തിൻ മണിച്ചപ്പിൽ മധുവൂറും ബാല്യത്തിൻ നിറമുള്ള മഞ്ചാടി മണികളുണ്ട്, വാനനീലിമ കണ്ടു പെറ്റു പെരുകാതെ പോയൊരൻ മയിൽ പീലിത്തുണ്ടുണ്ട്, മഷിത്തണ്ടു